അച്ഛന് അമ്മയുണ്ട്, പെങ്ങക്കാളിയനുണ്ട്, എനിക്കാണ് ആരുമില്ല. ഐ ആം അലോൺ. മന്തിക്ക് മയണൈസ് ഉണ്ട്, ബ്രെഡിന് ജാമുമുണ്ട്, എനിക്കാണ് ആരുമില്ല. വീണ്ടും അലോൺ. കോളേജിൽ മിൻമിനി വന്നു, ചിമ്മിനി ആക്കിട്ട് പോയി, മന്മഥൻ കൂടെ പോയി. വീണ്ടും അലോൺ. കയ്യിലെ കാശും പോയി, ബാങ്കിലെ ലോണുമായി, മൊത്തത്തിൽ 3G ആയി. വീണ്ടും എല്ലാവർക്കും നമസ്കാരം. ചിരിച്ച് ചത്താണ് ഞാൻ. 2-3 ദിവസമായി കേട്ടോ ഇവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ആൾദൈവങ്ങൾ, കേരളത്തിലെ ആൾദൈവങ്ങളുടെ ഡിമാൻഡ് ഞാൻ പറയാതെ തന്നെ അറിയാലോ. കേരളത്തിലെ നല്ല എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ആൾദൈവങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ ഉള്ള ഡിമാൻഡ് വേറെ ഒരിടത്തും കിട്ടത്തില്ല, അമ്മാതിരി ഡിമാൻഡാണ്. ഇപ്പൊ പുതിയൊരു ടീം ഇറങ്ങിയിട്ടുണ്ട്, ആൾദൈവങ്ങളുടെ ടീം. അയ്യോ, ഞങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടല്ല, ഞങ്ങളൊന്നിനും വേണ്ടിയിട്ടല്ല, പിന്നെ ഗീരവത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് കയറിയിരിക്കുന്ന ആരാവിരാതി അലോലാതി മൊത്തങ്ങളെ. അല്ലാണ്ട് എന്നാ പറയാനാ? അപ്പൊ നമുക്ക് ഓരോന്നിനായിട്ട് പരിചയപ്പെടണ്ടേ. ആൾദൈവങ്ങളുടെ തലവനെ ഞാനൊന്ന് കാണിച്ചു തരാം. യവനാണ് തലവൻ. ഇന്ത മൂഞ്ചിയെ വച്ചിട്ട് നീ എപ്പിടിയടാ ഇന്ത മാതിരി എല്ലാം പണ്ണുന്നു. ഞാനെപ്പോഴും ഇവനെ കണ്ടപ്പോ ഇങ്ങനെ ആലോചിക്കുന്നു, എവിടെയോ കണ്ട് മറന്നതുപോലെ എനിക്ക് ഇവനെങ്ങനെ ഫീൽ ചെയ്യാണ്. ഈ മോന്ത എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾദൈവമാണ്, പാക്കും പറ്റും ചവച്ചിരിക്കുകയാണ്, നാക്കം ചോപ്പിച്ച് കള്ള കച്ചട കടവാടി മോനെന്നല്ലാണ്ട് അവൻ എന്നാ പറയാനാ. എന്തായാലും ഇവനെ എവിടെയോ ഞാൻ കണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിട്ടിയത്. എടി വേഷം മാറി വന്നതാണ്. നമ്മുടെ കുഡൂസ് മീഡിയയിലെ അമീനില്ലേ, കണ്ട, ഞാൻ അവനെ കൊടുക്കാം. അവനെയും ഇവനെയും മാറി നിങ്ങൾ നോക്കി നോക്ക്, പകുതി നോക്കി നോക്ക്. കണ്ട ഇവർ ഒരുപോലെ ഇല്ലേ ഏതാണ്ട്. അവൻ മീശ വെച്ചിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. കണ്ട അവനൊരു കട്ടി മീശ വെച്ചാൽ ഇവനായി, ഇവൻ ഡ്രിം ചെയ്ത് താടിയും വെച്ചാൽ കഴിഞ്ഞാൽ അവനായി. ഇവന്മാർ രണ്ടും ഒന്നാടെ ഒന്ന്. കുഡൂസ് മീഡിയയിലെ അമീൻ മറ്റൊരു വേഷത്തിൽ പുനർജനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ടീംസിനെ ഏറ്റവും കൂടുതൽ ഊക്കി വീഡിയോ ചെയ്യാൻ പറ്റുന്ന ടീമാണ് കുഡൂസ് മീഡിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടെ സുഹൃത്തുക്കളെ, പൊളിക്കും, നിങ്ങൾ തകർക്കും. എന്തായാലും നമുക്ക് സമയം കളയണ്ട, യവന്മാരെ ഒന്ന് കാണാം. അവന്റെ അല്ലവലാതി മൂഞ്ചിയ പരിപാടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആൾദൈവങ്ങൾ, അവൻ ഫ്ലെക്സും ബാനറും വലിച്ച് കെട്ടിക്കൊണ്ട് നാട്ടുകാരെ മൂഞ്ചിക്കാനും പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം. ഇതുവനെയൊക്കെ നമ്പി കുറെ എണ്ണം വേറെ, അവന്റെയൊക്കെ കാല് കഴിയ വെള്ളം വരെ കുടിക്കുന്ന ടീംസുകൾ. എനിക്ക് കണ്ടപ്പം തന്നെ നേത്താ പണ്ണി വച്ചിരിക്കുന്നു തോന്നിപ്പോയി. എന്തായാലും കൊള്ളാം. താമരയെ ഇട്ടവൻ വന്ന് ഇരിക്കുകയാണ്. എവിടെ അവന്റെ മോന്ത ഒന്നുകൂടി നോക്കട്ടെ, അവൻ എന്തൊക്കെ കഴുത്തിയിട്ടിരിക്കാം. താമര, പിന്നെ വേറെ മുത്ത്, മറ്റേ രുദ്രാശ മാല, മൈക്കാട് നെഞ്ചത്തില്ല. അവന്റെ വേറെ എന്തോ ലോക, ചൂരല്, വടി, എന്തൊക്കെയുടെ. ഇവന്റെ വിചാരം ഇവൻ കാലെന്നാണ്. കാലിന് കഞ്ഞി വെച്ച് പറയണില്ല, കാണാം. യാറിന്ത ദേവതേ. എന്റെ കൊച്ചേ, നീ ആരാടി? നിനക്ക് ഈ ഊളാരെടുത്ത് ഇരിക്കാണ്ട് വേറെ പണിയൊന്നുമില്ലേ? നല്ലൊരു പെണ്ണ് കേട്ടാ, നല്ലൊരു പെൺകൊച്ച്. അവളിങ്ങനെ തലയ്ക്ക് ബോധമില്ലാണ്ട് വന്ന് ഇവന്റെ അടുത്ത് ഇരിക്കുകയാണല്ലേ. പാവം കൊച്ച്. ആര് പോയിരുന്നു? ഒന്നുണ്ട് പറയല്ല. വിറയല്ലെന്നു ഇടക്കിടക്ക്. ഇത് മറ്റേ ഏതോ മണ്ഡപത്തില് കല്യാണത്തിന് മറ്റേ സ്റ്റേജ് എടുക്കണ പോലെ എടുത്ത് എവിടെയോ പരിപാടി ചെയ്യുന്നതാണ് കേട്ടോ. മറ്റേ സൈഡിൽ കൂളറൊക്കെ ഇരിക്കുകയാണ്. സെറ്റ് തന്നെ ഒരു രക്ഷയില്ലടെ. എന്തായാലും പെൺകൊച്ചിനെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. മനസ്സിൽ കുഴിക്കണ പെണ്ണ്, ശകനായി കേൾക്കുന്നു പെണ്ണ്, തപല പിറക്കണ കണ്ണ്, ആഴങ്കി പോലുള്ള പൊണ്ണ്. ഇവനെയൊക്കെ നമ്പാൻ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്ന ആൾക്കാർ. നാഗച്ചേച്ചി എത്തിയിട്ടുണ്ട്. നിനക്ക് എത്ര അന്ത ചേച്ചി. ഇവൻ തേങ്ങയാണ് പറയുന്നത്. എന്താണ് എന്തുവാടാ ഇത്?
എന്തും അവൻ പറയുന്നത്. ബേസിക്കലി ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ ഞാൻ ദൈവത്തോട് ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടാറുണ്ട്. ദൈവം സഹായിക്കാറുണ്ട്, രക്ഷിക്കാറുണ്ട്, കാത്ത് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇമാതിരി തന്തയില്ലാത്തന്മാരെ എനിക്ക് വിശ്വാസമൊന്നുമില്ല കേട്ടോ. യുവന്മാർ വെറും പോക്കൃത്തരം കെട്ട കഴിപ്പണം കെട്ട നാറുകളാണ്, വെറും കള്ളന്മാരാണ്. അവൻ്റെ എടുത്തം ചെയ്യുന്നേ എന്നൊക്കെ എന്തൊക്കെ പാട്ടായിട്ട് ഇവന്മാര് ഒന്നാം തരം ഫ്രോഡുകളാണ്. പ്രത്യേകിച്ച് ഈ ആൾ ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കേരളത്തിൽ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ആൾക്കാർ വിശ്വസിക്കും. ഇവന്മാര് മുതലെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടതയുള്ള ആൾക്കാരാണ്. കഷ്ടതയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ സങ്കടങ്ങളുണ്ട്. ആർക്കും പൂർണ്ണമായിട്ട് 100% സന്തോഷമൊന്നുമില്ല. എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടെ ജീവിതത്തിൽ അവരുടേതായ കാര്യങ്ങൾ അവർക്ക് സങ്കടമുണ്ട്. അത്തരം കാര്യങ്ങളെ യുവമാരെ പോലെയുള്ള നാറികൾ മുതലെടുപ്പാണ് ഇവിടെ നടത്തുന്നത്. ഇവൻ ചെയ്യുന്ന നല്ല ഒന്നാം തരം പോക്കൃത്തനമാണ്. ചിലപ്പോൾ കുറെ പേർക്ക് അങ്ങ് പിടിക്കൂല. ഇവനെ പോലെയുള്ളവന്മാരെ പറഞ്ഞെന്ന് വെച്ചും കൊണ്ട് അയ്യോ കൊടയും പിടിച്ചോണ്ടിറങ്ങും. പക്ഷെ പറയാനുള്ളത് പറയും. യുവമാരെ പോലുള്ളവന്മാരെ വളർത്തി വിട്ട് കഴിഞ്ഞാൽ നാളെ യുവമാര് തന്നെ നല്ല പോലെ ഓരോ ഉടായ്പകളും കാണിച്ച് അവസാനം ഓരോ അവിടെ വരുന്ന സ്ത്രീകളെയും പീഡിപ്പിച്ച് മറ്റതും മറിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങൾ പുറത്തു വരും. ഗോവിന്ദചാമിയെ കണ്ടില്ലേ? അവനെ പോലെയുള്ള അവരാധി മക്കളെ പോലെ യുവമാരും ആയി മാറും. ഇതൊക്കെ തന്നെ ആയി മാറുന്നില്ല. യുവമാർ അതുപോലെയൊക്കെയുള്ള നാറികളാണ്. എന്നിട്ട് കാട്ടിക്കൂട്ടും. നിത്യം ചെയ്യുന്ന ഈ മതത്തിന്റെ പേരിലും അതുപോലെ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലും യുവമാർ നടത്തുന്ന ഒന്നാം തരം കച്ചവടവും ഫ്രോഡ് പരിപാടിയുമാണ്. ഇത് നമ്പി ആൾക്കാർ അവിടെ പോയി വിടരുത്. ഊഹിപ്പോവും. ഉള്ള കാര്യം പറയാം. ഇവനെ പോലെയുള്ള ഹൂഫിച്ച് ജീവിക്കുന്നവന്മാരെ മുന്നിൽ പോയി ഊഫി വിടാതിരിക്കാനായിട്ടാണ് പറയുന്നത്. അവൻ്റെയൊക്കെ അമ്മച്ചിയുടെ ഒടുക്കത്തെ മാവും കലവും. ഈ നാഗച്ചേച്ചിയൊക്കെ ഇല്ലേ, നാഗച്ചേച്ചിയൊക്കെ എന്ത് ക്വാളിറ്റിയാണുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന് പച്ച തെറി വിളിക്കുന്ന ഇവരെ ദൈവമോ? ഇവരൊക്കെ ഏതർത്ഥത്തിൽ ദൈവമായി? അല്ല, എന്നാണ് യുവന്മാരൊക്കെ ദൈവമായത്? ഇപ്പൊ നമ്മൾ എന്തിനും സിനിമ എടുക്കുകയാണെങ്കിൽ ചിട്ടി റോബോട്ടാണ്. കൈയറുത്ത് കഴിഞ്ഞാൽ ബ്ലഡ് വരത്തില്ല, കറണ്ട് മാത്രമേ വരത്തുള്ളൂ. പക്ഷെ വസീകരനെ അറുത്ത് കഴിഞ്ഞാൽ രക്തം വരും. ഈ വസീകരന് വരുന്ന രക്തം പോലെയുള്ള മനുഷ്യന്മാര് തന്നെയാണ് ബാക്കിയുള്ളവന്മാരും. ഈ നാറിയെ പിടിച്ച് അറുത്ത് കഴിഞ്ഞവന് പച്ച രക്തമൊന്നും വരത്തില്ല. ഇവന് വരുന്നത് ചുവപ്പ് തന്നെയാണ്. അതുകൊണ്ട് എന്റെ പൊന്നടാവേ ഉള്ള കാര്യം പറയാം, ഇവനെ ഒന്ന് നമ്പി പോയി വീഴുന്ന കയ്യിലിരിക്കുന്ന പൈസയും കൊടുക്കല്. വീട്ടിലുള്ള പെണ്ണുങ്ങളെയും കൊണ്ട് അവന്മാർക്ക് ഇട്ട് കൊടുക്കരുത്. യുവമാർ പെണ്ണുങ്ങളെല്ലാം ചിലപ്പോൾ വല്ല മയക്കും ചെയ്ത് വല്ലതൊക്കെ കലക്കി പൊടിയും മറ്റേ പത്മമൊക്കെ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്ത് വല്ല മയക്കും മരുന്നും കയറ്റി വെച്ച് വല്ലതൊക്കെ വെച്ച് ചെയ്ത് എടുത്ത് വെളിയിലിടും. വല്ലതൊക്കെ സംഭവിച്ചതിന് ശേഷം കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. പൂജയും മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനൊക്കെ പല തോന്നിവാസങ്ങളും തെണ്ടത്തനങ്ങളും കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന നാറുകളാണ്. ഇവനെ നമ്പരുത്. കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. വേണമെങ്കിൽ ആൾക്കാർ വിശ്വസിക്കും. ഇവന്റെ വേറെ ഒരു വീഡിയോ എടുക്കുക. അതായത് നാഗച്ചേച്ചിയെ ആനയിച്ച് കൊണ്ടുവരികയാണ്. എന്തിന്? എന്തർത്ഥത്തില്? കണ്ടുനോക്കാം. നല്ല കുറെ പെണ്ണുങ്ങൾ തേടിയിരിക്കുന്നുണ്ട്. അത് തന്നെ ഉണ്ട്. ഓ ശരി, വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്ന പോലെയാണ്. ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ ചിരിച്ചോണ്ടിരിക്കാൻ കൊള്ളാം. അല്ലാണ്ട് ആനയിച്ച് വരുത്താൻ മാത്രമുള്ള ക്വാളിറ്റി വർക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഉള്ള കാര്യം പറയാം. നല്ല പിള്ളേരിരിക്കണ്ട കേട്ടോ, ID കാർഡൊക്കെ ഇട്ട്. എനിക്കിഷ്ടമായി. മണിമുകിൽ മാരൻ മറന്നിറങ്ങി അങ്ങനെ കുറെ പിള്ളേർ മാത്രമുണ്ട് അവന്മാരെ ഈ ഒരു പരിപാടിയിൽ വന്ന് നിൽക്കുന്നത്. അല്ലാണ്ട് ഇവന്റെയൊക്കെ ഉടായ്പകളും കണ്ടും കൊണ്ട് ഇതിനെയൊക്കെ വിശ്വസിച്ച് നമ്പി ദൈവമാണെന്നും കോപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെയൊക്കെ കാല് കഴി വെള്ളം കുടിക്കുന്നവന്മാരുടെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വേറൊരുത്തനെ കാണിച്ചു തരാം കേട്ടോ. വിരലുകൾ കൊണ്ട് കറങ്ങുന്ന ഫാൻ നിർത്തി ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്ന അത്ഭുത ബാബ, ഫാൻ ബാബ. ഫാൻ ബാബയെ നമുക്കൊന്ന് കാണാം. കൊള്ളാമല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഓടുന്ന ട്രെയിനിന്റെ ഇടയിൽ കൊണ്ട് കൈയിടും. എന്നിട്ട് ഈ ഫാൻ ബാബ ഉണ്ടാക്കണമെന്ന് എനിക്കൊന്ന് കാണണം. ഓടുന്ന ട്രെയിനിന്റെ ഇടയിൽ കാലിന്റെ ഇടയിൽ മറ്റേ കൊണ്ടിട്ടിട്ട് കറക്കിയിട്ട് അടിച്ചു കൊടു. അത് നമ്പാ. കറങ്ങുന്ന ഫാനിൽ ഭക്തന്മാർക്ക് എനർജി കൊടുക്കണ ഷൊട്ട. ഇത് നമ്പാ വേറെ കുറെ മൊണ്ണ. ഇവനെ എടുത്തു വെച്ച് കൊണ്ടാടാൻ വേറെ കുറെ ഷൊണ്ണേശ്വരന്മാര്. കൊള്ളാം, നല്ല പരിപാടി കേട്ടാ. വേറെ എന്തെങ്കിലും പരിപാടിയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു തരണം. ഫാൻ ബാബ, നല്ല ബാബ. എനിക്കൊന്നും പറയാനില്ല. ഇവന്റെ അനുഗ്രഹം കൊടുക്കുന്നതും കൂടി കാണാം. ബാക്കി ഇവന്റെ എന്തൊരു ഗീരവത്തെ കാണാതിരിക്കണം. ഭയങ്കര അനുഗ്രഹം വാരി എറിയാണ്. കുറെ അമ്മച്ചിമാരും അക്കന്മാരും വീട്ടില് കട്ടപ്പാട്. വീട്ടില് ഭർത്താക്കന്മാർക്ക് മക്കൾക്ക് വല്ല ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നില്ല അമ്മച്ചിമാർക്ക്. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഉണ്ടാക്കി തിന്നോണ്ടിരിക്കണമെന്നില്ല. യുവന്മാരെ പോലുള്ളവന്മാരെ അണ്ണാക്കിക്കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കും. വീട്ടിലുള്ള പൈസയും അല്ലെങ്കിൽ യുവന്മാരെ വല്ല പൊടിയും തൂറ്റിയിട്ട് ഇവളുമാരെ കയറി പീഡിപ്പിക്കുകയും ചെയ്യും. ഇവളുമാരെ അറിയപ്പോലുമില്ല. ചിലപ്പോൾ ഇവനൊക്കെ പത്മോ മറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാത്ത വല്ലതും എടുത്തിട്ട് കൊടുക്കും. പാദം കെട്ട് വീഴും, പിടിച്ച് പരിപാടി നടത്തിയിട്ട് എടുത്ത് വെളിയിടും.
ഇതൊക്കെ തന്നെയാണ് ഗോവിന്ദചാമിയെ പോലുള്ളവന്മാർ ചെയ്തത്. ഇനി മറ്റണ്ണനെ നമുക്ക് ഒന്നുകൂടി കാണാം. അണ്ണന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. ആ പെൺകൊച്ചിനെയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി, പാവം കൊച്ചി. ഇവന്റെ കാല് കഴുകണത് ആ പെൺകൊച്ചിന്റെ ഇമേജും പോയി. ദൈവത്തിന്റെ കാല് കഴുകിയിട്ടേ ആ വെള്ളം കുഴിതാലയിൽ ശേഖരിച്ച് വെക്കേണ്ട മൂപ്പരാണ്. നല്ല പെൺകൊച്ചായിരുന്നു. ഞാൻ ഈ കിഴങ്ങനെയല്ല നോക്കണേ, പെൺകൊച്ചിനെ. വല്ലാത്തൊരു അവസ്ഥ അല്ലേ കേരളത്തിലാണ് നടക്കുന്നത്. ഓ, നല്ലൊരു കൊച്ചായിരുന്നു. ഈ വേട്ടവാളിയുടെ കാലും കഴുകി ഇരിക്കേണ്ട യോഗമാണല്ലോ ആ കൊച്ചിനുള്ളത്. എന്ത് ഐശ്വര്യമുള്ള കൊച്ച്. ഈ വേട്ടവാളി നമ്മുടെ അമീനെ പോലെ ഇരിക്കണം കുഡൂസ് മീഡിയയിലെ. അവൻ്റെ അതേ കട്ടെ. എനിക്ക് ഇവനെ കാണുമ്പോൾ അവനെ ഓർമ്മ, അവനെ കാണുമ്പോൾ ഇപ്പോൾ ഇവനെ ഓർമ്മ വരുന്നത്. വല്ലാത്ത അവസ്ഥ. ഓ, ഇരിക്കുന്ന ഇരിപ്പ് നോക്ക്. നാഗച്ചേച്ചി, നിങ്ങൾ ജിഞ്ചിഞ്ചാക്കടി തന്നെ. അയ്യോ, പാമ്പാജി അല്ല, പാമ്പാജി. പാമ്പ് പാമ്പ് പാമ്പ്. കൊത്ത് കാലിന് കഞ്ഞി വെച്ച എടപ്പാളി മോനാണോ? അതിസുന്ദരൻ. എന്നെ പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലാത്ത, കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണ് എങ്കിൽ നല്ല കാര്യം കേട്ട. ബാബയും ഊഫി, നാഗച്ചേച്ചിയും ഊഫി. ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ എന്താ കാലിൻ്റെ ഇടയിൽ പോയി കൈ കയറ്റിയത് പോലത്തെ എക്സ്പ്രഷൻ ആയിട്ടാ വിരലെന്താ പിടിച്ച് ഓടിച്ചു പിടിക്കുന്നത്. ഇവന്റെ തേങ്ങയാണ് ചെയ്യുന്നത്. അവരാധികളെ തന്നെ. പിന്നെ ബാബുസ്വാമി എനിക്ക് എടാ വല്ലപ്പോഴും പോയി കുളിയടാ. ഓ, അറിയാം ചൊറിഞ്ഞ് ഇരിക്കുകയാണ്. ചൊറിഞ്ഞ് വല്ലപ്പോഴും ഒന്ന് തലയെ കൊണ്ട് വെള്ളത്തിൽ മുക്ക്, അല്ലെ ഫ്രിഡ്ജിലെങ്കിലും കൊണ്ടുപോയി കുറച്ച് തണുപ്പെങ്കിലും അടിക്കട്ട്. വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു. മനസ്സിലായി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. മനസ്സിലായി. നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വട്ടം നൃത്തം ചെയ്യും. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. നന്നായിട്ട് ചെയ്യും, നല്ല പോലെ നൃത്തം ചെയ്യും. നൃത്തം ചെയ്യുന്ന വേറൊരുത്തുണ്ട്, അവനെ കാണാം. അതിനു മുന്നേ നമ്മുടെ അമീനെ പോലെ ഇരിക്കുന്നില്ലേ, അവന്റെ ഇന്റർവ്യൂ ഉണ്ട്. അവന്റെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം അതിന്റെ മഠാധിപതി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മഠാധിപതി. നീ തന്നെയാണ് നിന്റെ ആശ്രമവും, നീ തന്നെയാണ് നിന്റെ ഉസ്താദ്. കൊള്ളാടാ കൂട്ടാ. നാട്ടുകാരെ പറ്റിക്കാനും മുഞ്ചിക്കാനായിട്ട് പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നാണമില്ല എനക്കൊക്കെ. എടാ പോ. മഹാചണ്ടാള ബാബ മലവാരി മുത്തെന്നാണ് പറയാ. മലം വാരും. നീ ഇങ്ങനെയാണെങ്കിൽ നീ നല്ലോണം മലം വാരും. നിന്നെ വാരിക്കും നാട്ടുകാരെല്ലാം കൂടി. നീ ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മനെ പിടിച്ച് ഇടിച്ച് പഞ്ഞിക്കിട്ട് വെച്ച് പോയിട്ട് പോകും. ഇത് ആദിവാസി ദലിത് സമൂഹത്തിന്റെ ദൈവം എന്റെ പൊന്നളിയ ആദിവാസികളെയൊന്നും പറയരുത് കേട്ടോ. അവരെയൊന്നും കൂട്ടുപിടിച്ച് അവരെയും കൂടി നാണം കെടുത്തുന്ന രീതിയിലുള്ള പരിപാടിയൊന്നും കാണിച്ചു വയ്ക്കരുത്. സ്വത്വാധിഷ്ഠിത ആത്മീയതയെ നിന്റെ ചൊറ്റാട്ടയുടെ ആത്മീയ അവിടെ ചുരുട്ടി വേടാ, ചുരുട്ടി വൈ നിന്റെ ചൊറ്റാട്ടയുടെ ആത്മീയെ നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്ന ഒരാശ്രമമാണ്. പിന്നെ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മനസ്സിലായി. എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരും ഒരുപോലെ കാണിച്ചാലേ എല്ലാരും വന്നിട്ട് നിനക്ക് സംഭാവന തരത്തുള്ളൂ. മനസ്സിലായി. നിന്റെ ഉദ്ദേശശക്തി അങ്ങോട്ട് മനസ്സിലായി. ഉദ്ദേശം അത് നൂതനമായിട്ട് ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസമൊക്കെ പഴയ രീതിയിൽ തന്നെ ഇരുന്നോട്ടെ. ഇവനൊക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗോവിന്ദചാമിയെ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും കിട്ടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എവിടെ കണ്ടാലും തുരത്തി ഓടിച്ചോണം, അടിച്ച് ഓടിക്കണം. ഇവന്റെയൊക്കെ ഇമാതിരി നാറിയ പരിപാടികളും കൊണ്ട് വരുന്നവന്മാരെ ഈ നാട് കടത്തണം. ഇപ്പൊ ഇവനൊക്കെ ഇതുപോലെ ഇന്റർവ്യൂ കൊടുത്ത് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ നാളെ പുതിയൊരു ഗോവിന്ദചാമിയെ നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ എന്റെ വാക്കുകൾ. കൂടുതലൊന്നും പറയാനില്ല. എന്തോ തീർന്നില്ല. ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസമൊക്കെ പഴയ രീതിയിൽ തന്നെ ഇരുന്നോട്ടെ. ഓ, അങ്ങനെ പഴയ രീതിയിൽ നീ കൂട്ടുപിടിക്കുകയാണ് അല്ലേ? നിന്റെ കൂട്ടുപിടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇവന്റെ കൂടെ ഉള്ള വേറൊരുത്തുണ്ട്, കഞ്ചാവ് സോമൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ ഡാൻസും പാട്ടും അവന്റെ ആ ഒരു ലുക്കും അവന്റെ ആ ഒരു ഉടായ്പും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നെ കണ്ണാന്ന് വിളിക്കുന്നവരുണ്ട്, ഷാൻ എന്ന് കണ്ണാന്നല്ല, നിന്നെ എന്ന് വിളിക്കുന്നവരുണ്ട്, എന്നെ പലതും വിളിക്കുന്നവരുണ്ട്. നിന്നെ തന്തയ്ക്ക് വിളിക്കുന്ന നാട്ടുകാർ. എന്നെ മറ്റേന്ന് വിളിക്കുന്നുണ്ട്. അതെ, നിന്നെ മിക്കവാറും തന്തയ്ക്ക് വിളിക്കും. എന്റെ പെണ്ണെണ്ണ നിന്നെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന നാട്ടുകാർ. അന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ വിളിച്ച എനിക്ക് ഇഷ്ടാവോ? ഓരോരുത്തരും ഓരോന്നും വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരില്ലേ? അതെ, നിന്നെ തന്തയ്ക്ക് വിളിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. ഇഷ്ടപ്പെടുമോ നിനക്ക്? എന്റെ പൊന്നടാ വേഞ്ച് പോടാ, മാമിക്ക് മാവട്ടണ വേലയിപ്പാറ പോയി. അവര് ദേവീന്ന് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം.
നിന്നെ ഇഷ്ടം അനുസരിച്ച് നിന്റെ മറ്റുള്ള ഇഷ്ടം അനുസരിച്ച് നിന്നെയൊക്കെ വിളിക്കാൻ നമുക്ക് സൗകര്യമില്ല. നീയൊക്കെ കാണിക്കുന്ന ഈ ഊളപ്പരിപാടിക്ക് നിന്നെയൊക്കെ തന്തയ്ക്ക് വിളിക്കാനാണ് തോന്നുന്നത്. നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ഇവിടെ കുറെ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അതിനെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് നീയൊക്കെ നടത്തുന്ന നല്ല ഒന്നാം തരകം ഉഡായിപ്പ്. അത് തന്നെയാണ് അവൻ്റെ ഉണക്ക ഡാൻസും അവൻ്റെ രുദ്രാക്ഷം മാലയിട്ട മാലയുടെ വിലയും കൂടി കളയാൻ വേണ്ടിയിട്ട് അവൻ്റെ നാടകങ്ങൾ, അവൻ്റെ താടിയും മുടിയും അവൻ്റെ മൊട്ട തലയും ഞാൻ ഒന്നും പറയണില്ല. അവൻ്റെ വാഞ്ഞ ഡാൻസ് മറ്റേടത്ത് ID കാർഡും കോപ്പിൽ കയ്യിൽ കൊടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് മൂഞ്ചിയ പരിപാടി. ഇവനൊക്കെ ഒന്നാം തരം ഫ്രോഡുകളാണ്. എല്ലാത്തിനും പിടിച്ചകത്തുണ്ട്. അവൻ്റെ അമ്മച്ചിയുടെ ബാബ വെച്ചിറങ്ങി പിന്നെ ആ പാട്ടിൻ്റെ വിലയും കൂടി കളയാനായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ കോപ്പിലെ മറ്റേ പരിപാടിയായിട്ട്. അവൻ്റെ മറ്റേടുത്ത ഇടയില് മക്കളെ ചണ്ടാള പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇന്ന് ചണ്ടാളം പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ ആക്ഷേപിക്കുന്നോടും പറയാനുള്ളതാണ്. ചണ്ടാള പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ സംസാരത്തിൽ തീഷ്ണത കൂടുന്നുണ്ടായിരിക്കാം. ഇരിക്കണം നിന്റെ ജഞ്ചായിട്ട് ചീശനം ഇരിക്കണം. ശിശുരമായിട്ട് വേണ്ടാന്നാ പറഞ്ഞത്. പക്ഷെ വരുന്നത് എന്താ അറിയോ, അവഗണനകളും അപകടങ്ങളും. നിന്നെ അവഗണിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. നിന്റെ ഈ ഓമഞ്ഞ പരിപാടിക്ക് പിന്നെ തന്നെ എല്ലാരും കൂടി എടുത്തു കൊണ്ടാടാം ചണ്ടാളാൻ ഇടം ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇറങ്ങാടോ ഊളോളെ. ദൈവവിശ്വാസികളെ ഒരുപാട് ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് പറ്റിച്ച് നീയൊക്കെ നടത്തുന്ന ഈ പൊറാട്ട് നാടകങ്ങള് നെക്സ്റ്റ് ഗോവിന്ദ ജാമ്യമായിട്ട് മാറും. നീയൊക്കെ പോലെ ഈ ഉടായ്പ പരിപാടിയും ചെയ്ത് നടക്കുന്ന നാറുകള്. നീതികളും അനുഭവിക്കുന്നവന്റെ വാക്കുകൾക്ക് മൂർച്ചയേറും. അത് കേരളം സഹിക്കുന്നില്ലെങ്കിൽ നിന്നെയൊക്കെ പോലെയുള്ള അവരാധി മക്കൾ വന്നിട്ട് ഇവിടെ ഓരോ വിഡ്ഢികളായ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് കാണിക്കുന്ന പേക്കുത്തുകൾക്ക് കോപ്രായങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ദൈവത്തിൽ വിശ്വാസമാണ്. പക്ഷെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന നിന്നെ പോലെയുള്ള ഊളകളെ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നമ്മള്. സാധാരണക്കാരായ പള്ളിക്കൂടം പോലും കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ വിശ്വാസം നിനക്കൊക്കെ കയ്യിലെടുക്കാൻ പറ്റും. അതുപോലെയുള്ള ആൾക്കാരെ വെച്ച് നീ ഒക്കെ മുതലെടുപ്പ് നടത്തും, അറിയാം. പക്ഷെ നിന്നെയൊക്കെ പോലെയുള്ള ഊളകളുടെ ഫ്രോഡ് പരിപാടി നമ്പിക്കൊണ്ട് നിന്നെയൊക്കെ വാഴ്ത്തിപ്പാടി നിന്റെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കാൻ നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി. ഇവിടെ ഉള്ള ബുദ്ധിമാരുള്ള ആൾക്കാർ വരത്തില്ല. നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നീയൊക്കെ കുനിഞ്ഞിരുന്നാൽ കൂടി നിന്നെയൊക്കെ ജീവിതകാലത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. കേട്ടോ ഊളകളെ. നീ ഏത് കാലടിയിൽ വീഴുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പുമില്ല. നീ ഒരുമ മറ്റെടുത്ത ഡയലോഗ് അടിച്ച് കയറി കസേരന്ന് കാല് വിട്ടിരുന്ന നീ മറ്റേ കോണാത്തിലെ മറ്റേ ആവൂല. അതുകൊണ്ട് സൂക്ഷിക്ക്. ജീവിച്ചത് ജാതീയമായ അസ്പൃശ്യതകൾ അനുഭവിച്ചിട്ടുമാണ്, പറയുകയല്ല. മതം മാറിയിട്ട് ഹിന്ദുവായ ഒരു സന്യാസി സത്സ്വരൂപാനന്ദ എന്ന് പറയുന്ന സന്യാസി എന്നോട് പറഞ്ഞത്, ബാബാജി ജാതിയൊന്നുമില്ല നാട്ടിൽ എന്നാ പറഞ്ഞത്. ജാതിയൊന്നുമില്ല. നിന്നെയൊക്കെ പോലുള്ള അപരാധി മക്കൾ വന്നിട്ടാണ് ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും കച്ചവടങ്ങൾ നടത്തി മറ്റുള്ള ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് നീയൊക്കെ നടത്തുന്ന ഓരോ പൊറാട്ട് നാടകങ്ങൾ വിശ്വസിച്ച് നമ്പി നിന്നെയൊക്കെ പോലുള്ളവന്മാരെ ഇടയിൽ വന്നുകൊണ്ട് അവസാനം നിന്നെയൊക്കെ പോലുള്ള നാറി പരമ ചറ്റകൾ ഓരോരുത്തരും പീഡിപ്പിച്ചും മറ്റത് മറിച്ചതും ചെയ്ത് കോണാത്തിലെ പരിപാടി കാട്ടിക്കൂട്ടുന്ന നിന്നെയൊക്കെ പോലെ ഉള്ള നാറികളുള്ള നാട്. ഈ നാട് നിന്നെയൊക്കെ പോലുള്ള നാറികളാണ് നശിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കോണാത്തിലെ പരിപാടി കാണിക്കുന്ന ഊളകളെ. കൂടുതലൊന്നും പറയാനില്ല. തീർന്നാ നിന്റെ കോണാത്തിലെ വീഡിയോ? ഉണ്ടാ സ്വർണം കെട്ട നേതാക്കളെ കൊണ്ടപ്പോ ഹായ് സാർ എന്നാണ് പോലീസുകാർ വിളിച്ചിട്ടുള്ളത്. ശങ്കരന്റെ അമ്മ മരിച്ചപ്പോ ശങ്കരൻ അമ്മയുടെ അടുത്തുണ്ടായി. ചണ്ടാളന്റെ അമ്മ മരിച്ചപ്പോ ചണ്ടാളൻ ജയിലിലാണ്. 51 വെട്ടിയിട്ടുമല്ല. ഇതൊക്കെ നിയമപ്രകാരം ഇതിനൊന്നും പകരം ചോദിക്കാണ്ട് ഞാൻ നിയമപ്രകാരം പകരം ചോദിക്കാതെ ഞാൻ ഈ മണ്ണ് വിട്ടു പോവില്ല. നീ ഏത് കാലടി വിട്ട് എവിടെയാ പോ. നീ എന്തിനാണ് ഇപ്പൊ കെട്ടിയെടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ നീ കോണത്തിൽ മറ്റേ ആ ആസിഡിന്റെ ഒഴിച്ച ആളുടെ മനസ്സിനേക്കാൾ എനിക്ക് ഒഴിച്ചവനോടും ദേഷ്യമില്ല, ആരോടും. എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, അയാളോട് എനിക്ക് ചോദിക്കില്ല എന്തിന് എന്നെ ഇങ്ങനെ ചെയ്തു. ഇതിന് ഉത്തരം കിട്ടിയോ? എന്തിനു ചെയ്തു? ഞാൻ ആരെയോട് ചോദിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്കറിയില്ല അവർ അടിമ ഇന്നും അടിമയാണെന്ന്. അതിനെക്കുറിച്ച് അറിവ് നേടിയോണ്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അത് പറയുന്ന നേരത്ത് ഉപദ്രവിക്കണമെന്നെങ്കിൽ അവരുടെ തൊടല്ല. നിന്നെയൊക്കെ ആദ്യത്തല്ല, നിന്നെയൊക്കെ തീക്കകത്ത് പിടിച്ച് മുക്കേണ്ടതാണ്. പിന്നെ നീ വലിയ നന്മവരെ നല്ലവനെ പോലെ നല്ല പോലെ ചെമയില്ല എന്റെ പുന്നാരമാണ്. ഇതൊക്കെ കണ്ട് വീഴുന്ന കുറെ വിഡ്ഢികൾ കാണും. ഇത് കണ്ടുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിച്ച് അയ്യോ ദൈവം വന്നേ നേരിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് നിന്നെയൊക്കെ നമ്പി നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നെ പോലെ ഉള്ളവർക്ക് പറ്റത്തില്ല. നിനക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നീ ചെയ്യും. അല്ലാണ്ട് പിന്നെ എന്നാ പറയാനാ? നീക്ക് എന്ത് കോണത്തിലെ വർത്തമാനമാണ് കാണിക്കുന്നത്? എന്ത് കോണത്തിലെ പരിപാടിയാണ് കാണിക്കുന്നത്? മറ്റേ അടുത്ത പരിപാടികൾ, നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടികൾ. നീയൊക്കെ എവിടത്തെ ദൈവമാടാ നീ ദൈവോ? വെരിഫൈഡ് ദൈവങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഐഡി കാർഡ് വിട്ട് നിൽക്കുകയാണ്. കൊള്ളാടാ. താമരപ്പുണ്ട തന്നെ. താമരപ്പൂ കഴുത്തിയിട്ടിരിക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ. താമരപ്പുണ്ട. ശിവന്റെ പേരും പറഞ്ഞാണ് കളി. എന്റെ പോനടാവേ.
നല്ല മുറ്റു സാധനം അടിക്കുന്ന ടീംസാണ്. അവനെ കണ്ടറിയാം. മറ്റേ മുടിയിൽ കളർ മേടിച്ച് ഇവൻ ഇടയ്ക്ക് ഇതൊക്കെ ആ വിട്ടികൾ നിൽക്കണോ ഇവിടെ നേരന്ന് ഏതൊക്കെ അപ്പൂപ്പന്മാരും ചേട്ടന്മാരും അമ്മച്ചിമാരും ആന്റിമാരും ഒക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങളെയൊക്കെ വിവരം. ഇവനെയൊക്കെ പോലുള്ളമാരെ നമ്പി വന്ന് നിൽക്കുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലേ. ആൾക്കാർ ഇത്രയും വിഡ്ഢികളാവരുത്. വിഡ്ഢികളായി നിങ്ങളിങ്ങനെ ജീവിക്കരുത്. നിങ്ങളുടെ അവസാനം നിങ്ങളുടെ കയ്യിൽ തന്നെ. തീട്ടം തിന്നുന്ന പട്ടിക്ക് കുറിച്ചിട്ടാണ്ടോ നാറ്റം? നീ ഇപ്പൊ തീട്ടം തിന്നാൻ തുടങ്ങിയ. ചുമ്മാ അല്ല നിന്റെ താടി ഇങ്ങനെ തഴച്ചു വളച്ചു വളർന്നത്. അതിന്റെ ഇടയിൽ നരയും വന്നത്. മുടിയിൽ മൊത്തം മുട്ടയായതും നീ തീട്ടം തിന്നുന്നുണ്ടായിരിക്കും. താടിയിലാണ് എല്ലാ എനർജിയും കൂടി ഇറങ്ങിയത്. കൊള്ളാടാ. അത് നാറ്റൊന്നും ഉണ്ടാവൂല. കാരണം നീ മണപ്പിച്ച് തിന്ന്. നിനക്ക് അതിനെ പറ്റുക. നീ തീട്ടം തന്നെ തിന്ന്. തീട്ടം നീ തൂർണയും കൂടി നീ എടുത്ത് തിന്ന്. നീ ഇത്ര തഴന്താൻ സ്ഥിതിക്ക് ഞാൻ തരം താഴ്ന്നാലും ഒരു കുഴപ്പമില്ല. അവര് നാഗസൈരന്ത്രി ഉണ്ണുന്നു, ദേവി ഇതാ ഇരിക്കുന്നു, ദേവി എണീക്കുന്നു, തെറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെറികളല്ല, അവരാ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബാജി ഇരിക്കുന്നു, ബാബാജി നിൽക്കുന്നു, ബാബാജി തൂറുന്നു. അതും കൂടെ പറയണ. ബാബാജിനെ പൂജിക്കുന്നു. ഇതൊക്കെ വിറ്റിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരിയ്ക്കുന്നത്. അത് നിങ്ങൾ പോലുള്ളവർ എടുത്തു കൊണ്ടുപോയ വീഡിയോസ് എന്താണ് സത്യം എന്നറിയാതെ അവിടെ ഇവിടെയും മുറിച്ച് എന്തൊക്കെയോ പിച്ചും പേയും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് കണ്ണന്റെ വാക്കുകളൊന്നും അവർക്ക് ഏശില്ല. കാരണം അവര് തീട്ടം തിന്നിട്ട് വളരുന്ന പട്ടികളാണ്. അതെ, നീ തീട്ടം തിന്ന് തൂറിയ പട്ടിയുടെ തീട്ടെടുത്ത് തിന്നുന്ന ടീമാണ് നീ. മനസ്സിലായേ? കണ്ണന്റെ വാക്ക് വെറും കുശുവാക്ക് പോലെ അവർക്ക് തോന്നുള്ളൂ. നിന്റെ എടാ കഴിച്ചു പോടാ. എന്റെ പൊന്നു നാട്ടുകാരെ, ജനങ്ങളെ, വിഡ്ഢികളാകരുത്. ഇവനെ പോലുള്ള പല കള്ളന്മാരും പല ഉടായ്പകളുമായിട്ട് ഈ ലോകത്ത് വരും. അവൻ റീച്ചിന് വേണ്ടിയിട്ടല്ല, മറ്റേ കോണാത്തിലെ പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും വിശ്വസിക്കരുത്. ആരോട് പറയും? ആര് കേൾക്കാൻ? ഇവനെയൊക്കെ പോലുള്ളവന്മാരെ നമ്പി ഇവനൊക്കെയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെയൊക്കെ വിശ്വസിച്ച് ഇവന്റെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കണം നാട്ടുകാരോട് എനിക്ക് പുച്ഛം മാത്രമാണ്. ഇവനെയൊക്കെ പോലുള്ളവന്മാരെ നമ്പി സ്വന്തം ജീവിതവും ജീവനും തൊലച്ചു കളയുന്ന എന്തിനാണ്? നിങ്ങൾക്ക് വീട്ടിൽ പെൺമക്കളോ ഭാര്യമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്മാരോരോ പൂജ അതും ഇതും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പല പരിപാടിയും ചെയ്ത് വിടും. ഗോവിന്ദ ജാമ്യം മറന്ന എല്ലാവരും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കരുത്. എല്ലാ ഉടായ്പകളാണ്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് നടത്തുന്ന കച്ചവടങ്ങൾ. എടാ, ദൈവത്തിൽ വിശ്വാസമാണ്. പള്ളിയിൽ പോകൂ, അമ്പലത്തിൽ പോകൂ, പ്രാർത്ഥിക്കൂ. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇതുപോലെയുള്ള അപരാധി മക്കൾ വന്നിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മറ്റേ കാല് കഴുകി വെള്ളം കുടിക്കാനും അവന്റെ മറ്റേ നിക്കർ കഴുകി വെള്ളം കുടിക്കാനും പോകുന്ന നാട്ടുകാരെടുത്താണ് എനിക്ക് പറയാനുള്ള. വിഡ്ഢികളാകരുത്. എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അത് തരണം ചെയ്ത് മുന്നോട്ട് ജീവിച്ചു പോവുക. അതിന്റെ ഇടയിൽ മുതലെടുപ്പ് നടത്താനായിട്ട് ഇവനെ പോലുള്ള നാറികൾ വരും. അവന്മാരെ നമ്പരുത്. പറയാനോ തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ ഇവനെയൊക്കെ നമ്പി അവിടെ പോയി ഇവന്റെയൊക്കെ കഞ്ഞിയും പാത്രമൊക്കെ വാങ്ങിച്ച് തിന്നും കൊണ്ട് നടക്കുന്നു. എല്ലാ ഉടായ്പകളാണ്. അവനൊക്കെ എഴുതി നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കള്ളനാണെന്ന്. ആ സെറ്റപ്പ് ടീമാണ്. ഇവനൊന്നും നമ്പരുത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആണ്.